നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ സിനിമയുടെ അല്ലെങ്കിൽ വലിയ വിജയമായി മാറാൻ പോകുന്ന ഒരു ചെറിയ സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ ഓണത്തിന് മോഹൻലാലിന്റേത് ഉൾപ്പെടെ വലിയ സിനിമകളാണ് റിലീസിനെത്തുന്നത്. വലിയ താരങ്ങളുടെ സിനിമകളാണ് റിലീസിനെത്തുന്നത്. മോഹൻലാൽ മാത്രമല്ല ഫഹദ് ഫാസിലും ഒക്കെ ഈ ഒരു മത്സരത്തിൽ പങ്കുചേരാനുണ്ട്. ഈ ഓണം സീസണിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അല്പം നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻ നേടാൻ കിട്ടുന്ന ഒരു സാധ്യതയായിരിക്കും ഈ ഓണം സീസൺ എന്ന് പറയുന്നത്. അവിടെ താരമൂല്യത്തിനൊന്നും വലിയ ചാൻസ് അല്ലെങ്കിൽ വലിയ പ്രാധാന്യം കാണാറില്ല. എത്ര ചെറിയ താരമാണെങ്കിൽ പോലും സിനിമ നല്ലതാണോ നല്ല കളക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. തിയേറ്ററുകളുടെ എണ്ണം കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ കോമ്പറ്റീഷൻ ഉള്ള ഒരു സീസണാണ്. മാത്രമല്ല മലയാളികളിൽ ഒരുമാതിരിപ്പെട്ട ഫാമിലീസ് എല്ലാം തന്നെ ആ സമയത്ത് സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ വരും എന്നുള്ളതും നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പ് പറയാവുന്ന ഒരു ഡയറക്ടറുടെ ചിത്രം. അതോടൊപ്പം തന്നെ മത്സരിക്കാൻ മറ്റ് സിനിമകളും വരുമ്പോൾ വേറൊരു സിനിമ എനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ലോക എന്ന് പറയുന്ന സിനിമയാണ്. മോഹൻലാൽ സിനിമയ്ക്ക് ഒപ്പം തന്നെ ഇതിനോട് പ്രതീക്ഷ വെക്കുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാൽ സിനിമയ്ക്ക് ഒപ്പം എന്ന് പ്രതീക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പലപ്പോഴും കാലങ്ങളായിട്ട് വീഡിയോയിലൂടെ പറയുന്ന ഒരു കാര്യമാണ്. സത്യനന്ദിക്കാട് എന്ന് പറയുന്ന വ്യക്തി ഒരൊറ്റ സിനിമ തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിനോദയാത്ര എന്ന് പറയുന്ന നമ്മുടെ ദിലീപിന്റെ സിനിമ തൊട്ട് ഈ അവസാനത്തെ സിനിമ വരെ അദ്ദേഹം ഒറ്റ സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. വിനോദയാത്ര തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു തൊഴിലില്ലാത്ത അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനായിട്ടുള്ള ഒരു നായകൻ, അയാളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ കാര്യങ്ങളൊക്കെ കോമഡിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇന്റർവെൽ ആവുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കടന്നു വരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കടന്നു വരുന്നു. പിന്നീട് ഈ വരുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഇയാളുടെ പ്രശ്നങ്ങളായിട്ട് മാറുന്നു. അതിനെ മാറ്റാനായിട്ട് അയാൾ ഓടി നടക്കുന്നു. അവസാനം പ്രശ്നം തീരുന്നു. ഇതാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം വിനോദയാത്ര മുതൽ ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമയുടെയും സബ്ജക്ട്. ഇതും കണ്ടിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വരുന്നത് ഒരു ആൺകുട്ടിയാണ് എന്നാണ് പോസ്റ്റർ കണ്ടിട്ട് മനസ്സിലാവുന്നത്. നമുക്ക് പടം കാണുമ്പോൾ അറിയാം. അപ്പോൾ ആ ഒരു സംഭവമായിരിക്കും ഇതും എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ നമുക്ക് ഇതുവരെയുള്ള ഇതിനകത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലിക്ക് എന്താണ് ആവശ്യം അത് പുള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫാമിലീസ് അതനുസരിച്ചുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമകളെല്ലാം വിജയങ്ങളായി മാറുന്നത്. വിജയം എന്ന് പറയുമ്പോഴും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളൊന്നും അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ട് ഒരു ഇറക്കിയ പൈസയിലേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ആവറേജ് ഹിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നത്. അത് തന്നെയായിരിക്കും ഹൃദയപൂർവ്വം. പക്ഷെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ അത് ഹിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ഹൃദയപൂർവ്വം നമുക്ക് ഉറപ്പിക്കാൻ പരാജയപ്പെടില്ല എന്നുള്ള കാര്യം. പക്ഷെ ഈ ഒരു സിനിമ വിജയിക്കാനും പരാജയപ്പെടാനും സാധ്യതയുള്ള ഒരു സിനിമയാണ്. വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ ഒരു വിജയമായിട്ട് മാറാനും, പരാജയപ്പെടുകയാണെങ്കിൽ വലിയ പരാജയമായിട്ട് മാറാനും ഉള്ള ഒരു സാധ്യതയുള്ള ഒരു സിനിമ. ഒരു ആവറേജ് എന്നുള്ളൊരു പേര് നേടാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമ. അതാണ് ലോക എന്ന് പറയുന്ന സിനിമ. ദുൽഖർ സൽമാനാണ്, വേഫെയർ ഫിലിംസ് ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല അതിനകത്ത് കല്യാണി പ്രിയദർശനാണ് പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു. നസ്ലിനുണ്ട്, നായകനായിട്ട് നസ്ലിനാണ് വരുന്നത് എന്നുണ്ടെങ്കിലും കല്യാണിക്കാണ് പ്രാധാന്യം എന്നാണ് ഇതുവരെ കേട്ടുകേൾവി. എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ പടം എത്തിക്കഴിഞ്ഞിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്ത് തന്നെയാലും ഈ വേഫെയർ ഫിലിംസ് കൈ കൊടുക്കുന്ന സിനിമകളെല്ലാം നല്ല സിനിമകളായിട്ടാണ് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഒന്നുകിൽ പരാജയപ്പെട്ട സിനിമകളുണ്ടാകും, പക്ഷെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള സിനിമകളായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ആ ഒരു പ്രത്യേകത ഈ സിനിമയിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമായിട്ടും ഈ സിനിമയെ പറ്റി പറയുന്നത് ഒരു ഫാന്റസി ഹൊറർ സിനിമ എന്നുള്ളതാണ്. ഹൊറർ ത്രില്ലർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഫാന്റസി എന്ന് പറയുന്നതും ഹൊറർ എന്നുകൂടി പറയുന്നതും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. ആ ഒരു ഘടകം ഈ സിനിമ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സാധ്യതയാണ് ആ സിനിമ തിയേറ്ററുകളിൽ വലിയ ഹിറ്റായി മാറാൻ. മാത്രമല്ല നസ്ലിൻ അല്ല പ്രാധാന്യം എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നസ്ലിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വലിയ കാര്യമായിട്ട് തന്നെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു സംഭവം ഈ സിനിമയെ വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. കല്യാണി പ്രിയദർശൻ അത്ര വലിയ ഹേറ്റേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ കാര്യമായിട്ടുള്ള സിനിമകളൊന്നും അവർ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും അവർ ചെയ്ത സിനിമകൾക്കൊക്കെ ജനങ്ങൾ നല്ല അഭിപ്രായമാണ് അവരുടെ പ്രകടനത്തെക്കുറിച്ചും അവരെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സാധ്യത ആ സിനിമയ്ക്ക് കാണുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്
ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ ഒരു എക്സ്റ്റെൻഡഡ് കാമിയോ റോൾ, അതായത് ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാൻ പറ്റാത്ത കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു റോളിൽ അദ്ദേഹം വരുന്നുണ്ട്. ടൊവിനോ തോമസ്, ഇപ്പോൾ കത്തിക്കയറി നിൽക്കുന്ന ഒരു യുവതാരമായിട്ടുള്ള ടൊവിനോ തോമസ്, യുവതാരം എന്ന് പറയാൻ പറ്റില്ല, 10 കൊല്ലത്തിൽ കൂടുതലായി. അപ്പൊ എന്തിനേലും അങ്ങനെ കുറച്ച് വലിപ്പമുള്ള യുവതാരവും കൂടി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യവും അതുപോലെ തന്നെ നസ്ലിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വലിയ ഒരു ഫാൻ ഫോളോയിങ്, വന്നുകൊണ്ടിരിക്കുന്ന ഫാൻ ഫോളോയിങ് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ കല്യാണി പ്രിയദർശന്റെ ഒരു താല്പര്യവും അല്ലെങ്കിൽ അവരോടുള്ള താല്പര്യവും ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യും. എപ്പോൾ? ഫസ്റ്റ് ഷോ മുതൽ ആദ്യത്തെ ദിവസത്തെ കളക്ഷനിൽ. അതിനുശേഷം പടം നല്ലതാണെങ്കിലാണ് മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇനിഷ്യൽ പുള്ളിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫാന്റസി ഹൊറർ എന്ന് പറയുന്ന സിനിമ ഒന്ന് തെന്നിപ്പോയാൽ കൈകൊള്ളാവുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അത് മാന്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റ്മെന്റിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ഫാന്റസി ഹൊറർ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ വലിയ ഹിറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ ഓണത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയും ലോക എന്ന് പറയുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തിനേക്കാൾ മുകളിൽ എനിക്ക് പ്രതീക്ഷ തോന്നുന്നതും ഈ സിനിമ തന്നെയാണ്. രണ്ടിന്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.